Hello dear students. ഇന്ന് പ്ലസ് 2 ഫിസിക്സിലെ 9ാമത്തെ ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഈ ചാപ്റ്ററാണ് ക്വിക്ക് റിവിഷൻ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ക്വിക്ക് റിവിഷനിലേക്ക് സ്വാഗതം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നാം ഇന്ന് ക്വിക്ക് റിവിഷൻ ചെയ്യുന്നത്, റേ ഒപ്റ്റിക്സ്. ഇതിൽ നിന്ന് പ്രധാനമായും വരുന്നത് ഡെറിവേഷൻസ് വരാറുണ്ട്, അതുപോലെ തന്നെ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. സാധാരണ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് ക്വിക്ക് റിവിഷൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. The angle of incidence is equal to the angle of reflection, that is I is equal to R. The incident ray, reflected ray and the normal to the reflecting surface at the point of incidence lie in the same plane. Next question, write the Cartesian sign convention to measure distances. All distances are measured from the pole of the mirror or the optical center of the lens. The distances measured in the same direction as the incident light are taken as positive, and those measured in the direction opposite to the direction of incident light are taken as negative. The heights measured upwards with respect to principal axis of the mirror or lens are taken as positive. The heights measured downwards are taken as negative. ഒരുപാട് തവണ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ഒരു ഡെറിവേഷനാണ് അടുത്ത ക്വസ്റ്റ്യനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒബ്റ്റെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് ആൻസർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ റേ ഡയഗ്രാം വരച്ചിരിക്കണം. ഒപ്പം തന്നെ അതിൽ നമ്മൾ റേ ഡയഗ്രത്തിൽ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കണം. ആംഗിൾസ്, അതുപോലെ തന്നെ നാം എടുക്കുന്ന ഡിസ്റ്റൻസ്, ഇതെല്ലാം കൃത്യമായി തന്നെ അതിൽ രേഖപ്പെടുത്തിയിരിക്കണം. അങ്ങനെ നമുക്ക് ഫൈനൽ ഇക്വേഷനായിട്ട് എഫ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചർ ഡിവൈഡഡ് ബൈ 2 എന്ന ഒരു ഫൈനൽ ഇക്വേഷൻ നമുക്ക് ലഭിക്കും. കൃത്യമായി തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കുന്ന വളരെ ചെറിയ ഒരു ഡെറിവേഷനാണിത്. എല്ലാവരും പഠിച്ചിരിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള അടുത്ത ഡെറിവേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് മിറർ ഇക്വേഷൻ. ഒബ്റ്റെയിൻ മിറർ ഇക്വേഷൻ. ഇത് ആൻസർ ചെയ്യുമ്പോഴും റേ ഡയഗ്രാം കൃത്യമായി വരയ്ക്കണം. ഇതിലെ നാം മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അതിനുശേഷം ഫൈനൽ ഇക്വേഷനിലേക്ക് വരുമ്പോൾ 1/u + 1/v = 1/f എന്ന ഇക്വേഷനിലേക്ക് എത്തിച്ചേരണം. എല്ലാ സ്റ്റെപ്പുകൾക്കും മാർക്ക് ഉള്ളതാണ്. കൃത്യമായി തന്നെ പഠിച്ചിരിക്കുക. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ എന്ന ഫിനോമിനന് ശേഷം ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള ഒരു ഫിനോമിനനാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. 5th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ദ റേ ഓഫ് ലൈറ്റ് ഷുഡ് എൻറ്റർ ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം. The angle of incidence should be greater than the critical angle IC for the given pair of media. ഈ 2 പോയിൻറ്റുകൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ഇപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ്റെ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഓരോ പോയിൻറ്റും ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറായി വരത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിൻറ്റുകളാണ് ഇവ രണ്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ക്രിട്ടിക്കൽ ആംഗിൾ. The angle of incidence in the denser medium for which the angle of refraction becomes 90 degree is called the critical angle. 7th question, write the relation connecting critical angle and refractive index. N is equal to 1/sin IC. പലപ്പോഴായി 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇത്. 8th question, write some applications of total internal reflection. Mirage, brilliance of diamond, total reflecting prism, optical fibers. ഇവയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്.
ഇവ ഓരോന്നും എന്താണ് എന്നുള്ള കാര്യം ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതത്തക്ക രീതിയിൽ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. The incident ray, refracted ray and the normal to the interface between the point of incidence all lie in the same plane. The ratio of sine of angle of incidence to the sine of angle of refraction is a constant. Sin I divided by sin R is equal to n. Next question, write some applications of refraction. Lateral shift, apparent depth, advanced sunrise and delayed sunset. ഈ 3 കാര്യങ്ങളും ഒരു 2 മാർക്കിന് എഴുതാവുന്ന രീതിയിൽ പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴായി ഈ സൺറൈസ്, ഡിലൈഡ് സൺസെറ്റ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അപ്പാരൻ്റ് ഡെപ്തിൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ പലപ്പോഴായി 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 11th question, derive the relation n2 by v minus n1 by u is equal to n2 minus n1 divided by r when the refraction occurs through a spherical surface. കൃത്യമായി തന്നെ റേ ഡയഗ്രാം വരച്ച് ഡിറൈവ് ചെയ്യേണ്ട ഒരു ഡെറിവേഷനാണ്. ഇതിനവസാനം നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ക്വസ്റ്റ്യനിൽ ആദ്യമായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ഫെറിക്കൽ സർഫസിൻ്റെ ഒരു ഫോർമുലയാണ്. ഇത് യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാനായിട്ട്. കൃത്യമായി തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു ഡെറിവേഷൻ കൂടിയാണ് ഇത്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഡെറിവേഷനുകളിലെ ഒരു ഡെറിവേഷനാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യുക. 1/f ഈസ് ഈക്വൽ ടു n-1 ഇൻറ്റു 1/r1 മൈനസ് 1/r2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. സ്ഫെറിക്കൽ സർഫസിൻ്റെ ഇതിന് മുൻപ് ചർച്ച ചെയ്ത ക്വസ്റ്റ്യനിലെ ഫൈനൽ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സൈൻ കൺവെൻഷൻ എന്ന കൺസെപ്റ്റ് ഇവിടെ കൃത്യമായി തന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിലേക്ക് എത്തിച്ചേരുന്നത്. കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെറിവേഷൻ കൂടിയാണ് ഇത്. ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയ ഒരു ഡെറിവേഷൻ കൂടിയാണ്. അതുകൊണ്ട് ഓർമ്മയിൽ കൃത്യമായി തന്നെ ഇത് ഓർത്തിരിക്കണം. ഡിഫൈൻ പവർ ഓഫ് എ ലെൻസ്. Write its unit. Power of a lens is the reciprocal of focal length expressed in meter. P is equal to 1/f. The SI unit of power of a lens is diopter, denoted by the capital letter D. Next question. Obtain the expression for effective focal length when 2 thin lenses are kept in contact. Final equation is 1/f is equal to 1/f1 plus 1/f2. റെയിൻബോയുമായുള്ള ക്വസ്റ്റ്യൻ പലപ്പോഴായി 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 2 ക്വസ്റ്റ്യൻസാണ് റെയിൻബോയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഹൗ ഈസ് പ്രൈമറി റെയിൻബോ ഫോംഡ്? ഹൗ ഈസ് സെക്കൻഡറി റെയിൻബോ ഫോംഡ്? The primary rainbow is a result of 3-step process, that is refraction, reflection and refraction of sunlight by spherical water drops of rain. For primary rainbow, red color on the top and violet on the bottom. The secondary rainbow is a result of 4-step process, that is refraction, 2 internal reflections and refraction of sunlight by spherical water drops of rain. For secondary rainbow, violet color on the top and red on the bottom. Write Rayleigh law of scattering. The amount of scattering is inversely proportional to the 4th power of the wavelength. This is known as Rayleigh scattering. I is proportional to 1/λ raised to 4. Next question. Why sky appears blue? According to Rayleigh scattering, I is proportional to 1/λ raised to 4. Violet and blue-like colors are scattered more than red by atmospheric particles. This is why sky appears blue. Next question.
Why does sun look reddish at sunset and sunrise? According to Rayleigh scattering, I is proportional to 1 by lambda raised to 4. The red light is the least scattered. This is why the sun look reddish at sunset and sunrise. ഹ്യൂമൻ ഐയുടെ ഡിഫക്റ്റുകളെ പറ്റിയും ആ ഡിഫക്റ്റ് പരിഹരിക്കുന്ന രീതികളെ പറ്റിയും നമ്മുടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 3 സ്ക്രീനിൽ കാണാവുന്നതാണ്. വാട്ട് ഈസ് presbyopia and how is it corrected? The near point increases with age. It is corrected by using converging lens for reading. Next question. What is myopia or near-sightedness and how is it corrected? The eye lens focuses the incoming light at the point in front of the retina. Myopia can be compensated by placing a concave, that is diverging, lens between the eye and the object. Next question. What is hypermetropia or far-sightedness and how is it corrected? The eye lens focuses the incoming light at a point behind the retina. Hypermetropia can be compensated by placing a convex or converging lens between the eye and the object. Next question. What is astigmatism and how is it corrected? Astigmatism occurs when the cornea is not spherical in shape. Astigmatism can be corrected by using a cylindrical lens. Draw the path of the ray which is refracted through a prism and obtain the equation for refractive index of the material of the prism. Draw the ID curve. ഈ ക്വസ്റ്റ്യനുകൾ ഒരുമിച്ചും ഇത് പല ക്വസ്റ്റ്യനായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. ID കർവ് വരച്ച് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കത്തക്ക രീതിയിലുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഇങ്ങനെ പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിൽ പ്രിസം വരച്ച് അതിൻ്റെ റേ ഡയഗ്രാം കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം ഇക്വേഷൻസ് കൃത്യമായി ഡിറൈവ് ചെയ്യുക, ഗ്രാഫ് വരയ്ക്കുക. ഇക്വേഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി പ്രിസം, ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത് n is equal to sin a plus d divided by 2 divided by sin a by 2. Next question. Draw a ray diagram showing the image formation at near point for a simple microscope. What are the characteristics of image formed? Write the expression for linear magnification of simple microscope. Ray diagram simple microscope inde കൃത്യമായി തന്നെ വരയ്ക്കുക. The image is magnified, virtual and erect. Magnification equation m is equal to 1 plus d divided by f. Draw the ray diagram showing image formation by a compound microscope. What are the characteristics of image formed? Write the expression for linear magnification of compound microscope. സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ റേ ഡയഗ്രാം, ലെൻസ് ഉപയോഗിച്ചിട്ടുള്ള റേ ഡയഗ്രാം കൃത്യമായി തന്നെ നമുക്ക് വരയ്ക്കാൻ സാധിക്കണം. The image is magnified, virtual and erect. Linear magnification of compound microscope m is equal to L divided by f0 into 1 plus d divided by fe. Draw the ray diagram showing the image formation by a telescope. What are the characteristics of image formed? Write the expression for linear magnification of refracting telescope. ടെലസ്കോപ്പിൻ്റെ കൃത്യമായിട്ടുള്ള റേ ഡയഗ്രാം നാം പഠിച്ചിരിക്കുക. The image is magnified, virtual and inverted. The linear magnification m is equal to f0 divided by fe. Next question. Write the expression for length of telescope tube. Capital L is equal to fo plus fe. +2 ഫിസിക്സിലെ 9ാമത്തെ ചാപ്റ്റർ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ചാപ്റ്ററാണ് നാം ഇന്ന് ക്വിക്ക് റിവിഷൻ ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ലെൻസ് ഇക്വേഷൻസ്, അതായത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല,
അതുപോലെ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഫോർമുല, ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, അതുപോലെ തന്നെ പ്രിസം, ഇത്തരത്തിലുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പഠിച്ചിട്ടുള്ള ഫിനോമിനൻസ് ആയ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വീണ്ടും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടുള്ളവയാണ്. അടുത്ത ചാപ്റ്ററിൻ്റെ ക്വിക്ക് റിവിഷൻ ക്ലാസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് കാണാം. നമസ്കാരം.